മുസ്ലിം ലീഗിനെ വർഗീയ പരാമർശം നടത്തി പൂട്ടാമെന്ന ചിന്തയുണ്ട് വെള്ളാപ്പള്ളി നടേശന്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പല ആവർത്തി കണ്ടു കേരളം. മലപ്പുറം ജില്ലയെയും മുസ്ലിം ലീഗിനെയും തെറ്റുകാരാക്കി ചിത്രീകരിച്ച് ഭൂരിപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് LDFിലേക്ക് തിരിക്കാമെന്ന ചിന്തയിലാണ് വെള്ളാപ്പള്ളി നിന്നത്. അതിന് പിണറായി വിജയന്റെ മൗനാനുവാദം കൂടി കിട്ടിയതോടെ വെള്ളാപ്പള്ളി ആളിക്കത്തി. മുസ്ലിം ലീഗിനെയും VD സതീശനെയും കൂട്ടിക്കെട്ടിയുള്ള പരാമർശം നടത്തിയ വെള്ളാപ്പള്ളിക്ക് കേരളം കണക്കിനു കൊടുത്തു. VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോഴും വെള്ളാപ്പള്ളി തനിക്കൊണം കാണിച്ചു. വീണ്ടും വർഗീയ പരാമർശവുമായി വെള്ളാപ്പള്ളി കളം നിറഞ്ഞപ്പോൾ ഇക്കുറി മൗനം വെടിഞ്ഞത് VD സതീശനാണ്. ഭിന്നിപ്പ് ഉണ്ടാക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചാണ് സതീശൻ പ്രതികരിച്ചത്. മുസ്ലിം ലീഗ് നേതാക്കൾക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് VD സതീശൻ വെള്ളാപ്പള്ളിക്കിട്ട് കണക്കിന് കൊടുത്തത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു സതീശന്റെ പ്രകടനം. ഇതോടെ മുഖ്യമന്ത്രിയായപ്പോഴും സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ പോകില്ലെന്ന് വിളിച്ചു പറയുന്നുണ്ട് സതീശൻ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ കൂടി ഉന്നം വെച്ചായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വെടിപൊട്ടിച്ചത്. ആ വീഡിയോ കാണാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ UDF രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കൂടിയാണ്. ഞങ്ങൾ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ടീം UDF ആയിട്ടാണ് പ്രവർത്തിച്ചത്. ഒരൊറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെയാണ് അസംബ്ലിക്കകത്തും പുറത്തും പ്രവർത്തിച്ചത്. അതിനെല്ലാം എല്ലാ പിന്തുണയും തന്ന ഒരാളാണ് അഭിവന്ദനായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മളെടുത്തൊരു അതിശക്തമായ ഒരു മതേതര നിലപാടുണ്ടായിരുന്നു. അത് കേരളം അംഗീകരിച്ചു. ആ മതേതര നിലപാടിൻ്റെ പിൻബലവും അദ്ദേഹമായിരുന്നു. എത്ര പേരാണ്, ഞാൻ അവരെ ആരെയും പേരെടുത്ത് കുറ്റപ്പെടുന്നില്ല, അതിൻ്റെ സമയമല്ല. കേരളത്തിലൊരു വിദ്വേഷ പ്രചരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ പല ശക്തികൾ ശ്രമിച്ചു. മുനമ്പം വിഷയത്തിലുണ്ടായിരുന്നു, പള്ളുരുത്തി വിഷയത്തിലുണ്ടായിരുന്നു. എന്നെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ആ സമയത്തെല്ലാം മുസ്ലിം ലീഗും തങ്ങളും സാദിഖലി തങ്ങളും എടുത്ത നിലപാട് ഞങ്ങൾ പറവൂര് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KT ജോർജിൻ്റെ നാമധേയത്തിലുള്ള അവാർഡ് സാദിഖലി തങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തത് ആ മതേതര നിലപാടിൻ്റെ പേരിലായിരുന്നു. നമുക്കറിയാം, ബാബറി മസ്ജിദ് സംഭവം ഉണ്ടായിരുന്നപ്പോൾ ശിഹാബ് തങ്ങളെടുത്ത നിലപാടിൻ്റെ പിന്തുടർച്ചയായിരുന്നു ആ മതേതര നിലപാട്. പള്ളുരുത്തി വിഷയവും മുനമ്പം വിഷയവും ഒക്കെ കേരളത്തിൽ വേണമെങ്കിൽ ആളിക്കത്തി ശത്രുത ഉണ്ടാകാമായിരുന്നു. അതിൻ്റെ തീ കെടുത്തിയത് അദ്ദേഹമാണ്. അങ്ങനെയുള്ളൊരു ബഹുമാനം കൂടി. അപ്പോൾ UDFിൻ്റെ അതിശക്തമായ ഒരു മതേതര നിലപാട് എടുക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. ഒരു വർഗീയ വിദ്വേഷം വരുന്ന ഒരു പരാമർശം പോലും ഒരു മുസ്ലിം ലീഗ് നേതാവ് നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പ്രചരണം നടത്തുന്നുണ്ട് കുറേ പേര്. തെരഞ്ഞെടുപ്പ് കാലത്തും അതേ പ്രചരണമായിരുന്നു. അതിനൊക്കെ ഞങ്ങൾ ശക്തിയായി നേരിട്ടു. ഞാൻ ഇന്നലെയും ചോദിച്ചല്ലോ ഒരു ചോദ്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആര് കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ കേരളം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സഹോദര സംഘടനകളാണ്, ചേർത്ത് നിർത്തും. ഞങ്ങളുടെ ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് മേധാവിത്വമുള്ള സ്ഥലത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജയിപ്പിച്ചിങ്ങോട്ട് തന്നു. ഞങ്ങൾക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ അവരുടെ ചില സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പരസ്പരം എല്ലാ കക്ഷികളും, കേരള കോൺഗ്രസിൻ്റെ ആണെങ്കിലും മറ്റ് ഘടകകക്ഷികളുടെ ആണെങ്കിലും എല്ലാവരും അങ്ങനെ ചെയ്തത്. ആ ഒരു ടീം UDFിൻ്റെ പ്രവർത്തനത്തിന് തങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയ പിന്തുണയ്ക്ക് നന്ദി പറയാൻ കൂടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വളരെ അഭിമാനത്തോടും ആവേശത്തോടും കൂടിയാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരുമിച്ച് ഇനിയൊരു വർക്കുണ്ട്. ഈ നാടിനെ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടീമായിട്ട് ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്യും, ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്യും. ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഒരാളും വരണ്ട. അതിനൊക്കെയുള്ള നല്ല ചുട്ട മറുപടി അപ്പോൾ കിട്ടും. ഒരു കാര്യം കൂടി, അവസാന UDF സർക്കാരിൽ ലീഗിന്റെ സ്റ്റാറ്റസ് കോ 5 പേരായിരുന്നു ക്യാബിനറ്റിൽ. ഇത്തവണയും അതങ്ങനെ? അതൊക്കെ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാണ്. മുഴുവൻ മന്ത്രിമാരും ആ ഘടകകക്ഷികളുടെ ചർച്ചയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. കറക്റ്റായിട്ട് സമയത്ത് ആദ്യം നിങ്ങളോട് പറയുള്ളൂ, തീർന്നു കഴിയുമ്പോൾ വേറെ ആരോടും പറയില്ല. ഈ ഒരു തർക്കമോ, ഞാനിവിടെ 140 സീറ്റ് ഞങ്ങളെല്ലാവരും ചേർന്ന് വിഭജിച്ചിട്ട് ഒരു അവസരം കിട്ടിയ ഞാൻ കണ്ട അന്ന് ഞാനത് പ്രഖ്യാപിച്ച ദിവസം നിങ്ങളൊക്കെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്താണ് UDFിൽ ഒരു അവസരം പോലും ഇല്ലാതെ 140 സീറ്റ് വിഭജിച്ചില്ലേ? അതുപോലെ ഞാൻ നാളെ പറയാം. അപ്പോഴും നിങ്ങൾ ഒന്ന് ഞെട്ടും, ഒരവസരം ഇല്ലാതെ തീർന്നു പോരെ നിങ്ങൾ. പക്ഷെ വേറെ ആരോടും പറയാതെ നിങ്ങളോട് ആദ്യം പറയുള്ളൂ. പിന്നെ മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. അത് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടേ കൊടുക്കുള്ളൂ. അവിടെ നിങ്ങളോട് പറയാതെ ചെയ്യില്ല. തങ്ങളപ്പോ ഈ 5 ഉണ്ടാവും എന്ന് ഉറപ്പിക്കാം. നാളെ മനസ്സിലാവും. നാളെ എന്നൊന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്നാ പറഞ്ഞത്.